മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 147:11 ഇപ്രകാരം പറയുന്നു: തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് എന്ന്. ഇന്ന് ഫുജേറ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലെ നേഴ്സുമാർ തങ്ങളുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകൾ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ആഴമായി ഇടപെടുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിനി. ജീവിത പങ്കാളിയും 2 മക്കളും. മക്കൾ 2 പേര് നാട്ടിലാണ്. ഞാൻ 15 വർഷമായി UAE ജോലി ചെയ്യുന്നു. ഞാൻ മീന. ഹസ്ബൻഡ് ബാബു. 3 മക്കൾ ഇപ്പോൾ നാട്ടിലാണ്. ഇവിടെ 18 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടിൽ തൃശ്ശൂർ. മീനയെ കുറേ നാളുകളായിട്ട് എനിക്കറിയാം. അന്ന് മുതൽ ഇന്ന് വരെ നേഴ്സസ് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും അവർക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ആത്മീയ കാര്യങ്ങൾക്ക് വരാതിരിക്കുമ്പോഴും എനിക്ക് എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്താൻ സാധിക്കുന്നു? ചേച്ചി, ഞാൻ 2011 മുതൽ നമ്മുടെ മിനിസ്ട്രിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പ്രയറുകൾക്ക് മുടങ്ങാതെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഈവൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും, ആഫ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ മോർണിംഗ് ഡ്യൂട്ടി എടുത്തിട്ടാണെങ്കിലും പിറ്റേ ദിവസം ഈവനിങ്ങിൽ പ്രയർ ഉണ്ടെങ്കിൽ ആ പ്രയറിന് ഞാൻ ഇതുവരേക്കും ഞാൻ മുടങ്ങിയിട്ടില്ല. ഞാൻ ഓരോ ദിവസവും ഞാൻ പ്രയറിനാണെങ്കിലും നേഴ്സസ് മിനിസ്ട്രിയുടെ ഓരോ ആവശ്യങ്ങൾക്ക് പോവുകയാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ മക്കളോ എൻ്റെ ഒരു അഭാവം അവിടെ അവർ കണ്ടിട്ടില്ല. ഞാൻ ഓരോ ദിവസം പോകുമ്പോഴും മക്കളെ മാതാവിൻ്റെയും ഈശോയുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. 3 കുഞ്ഞു മക്കളെ വീട്ടിൽ ഇരുത്തി പോകുമ്പോൾ അവരെ അവിടെ ഇരുത്തിയിട്ട് ചിലപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം, മീനയുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പമായിരുന്നു. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് തൊട്ട് മീന വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് സമയമില്ല എന്നൊരു പറഞ്ഞൊരു പരാതി ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല. ഈവൻ നൈറ്റ് കഴിഞ്ഞാണേലും ഈവനിങ് കഴിഞ്ഞാണേലും മാക്സിമം നമ്മുടെ പ്രയർ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനും ആക്റ്റീവായിട്ട് നിൽക്കാനും തമ്പുരാൻ സഹായിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി കൃപകളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഈ ഓടുന്നത് തന്നെ, ഇപ്പം നമുക്കറിയാലോ, നമ്മൾ ഓരോ പ്രയറിന് കാര്യങ്ങൾക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടായ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ അതിനായിട്ട് ഒത്തിരി സമയം നമ്മൾ അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നീക്കി വയ്ക്കുന്നു. ആ സമയങ്ങൾ അതൊക്കെ അതൊരു സന്തോഷമായിട്ടേ ഞാൻ അതെടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെ ചെന്ന് ഞങ്ങൾക്ക് മാസത്തിൽ 2 റിക്വസ്റ്റാണ് ഞങ്ങൾക്ക് ആകെ കൂടി മാസത്തിൽ ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതും ഞാൻ നമ്മളുടെ ഈ കൂട്ടായ്മയുടെ എന്ത് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാനത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നേ വരയ്ക്ക് ഞാൻ ഒരു റിക്വസ്റ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. ശരിയാണ്. നമ്മൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം കറക്റ്റായിട്ട് തക്ക സമയത്ത് നടത്തി തരുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനും അതിൽ കിട്ടുന്ന ഒരു ആനന്ദം അനുഭവിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നത്. ഒരു ദിവസവും നമ്മളൊരു കൂട്ടായ്മയിൽ പങ്കുചേറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? മനസ്സിനൊരു ഭയങ്കര വിഷമം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, കൂടാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ പോകണമെങ്കിൽ തമ്പുരാൻ നമ്മൾ നയിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പോണത്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മൾ ഈ പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ലൗകികരായി ജീവിക്കാൻ പറ്റും ഇല്ലേ? ലൗകികരായിട്ട് ജീവിക്കാം. അതായത് നമുക്കും ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണമാണെന്ന് പറഞ്ഞ് നമുക്ക് കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ നമ്മളെ അതിനനുവദിക്കാതെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടു ചെല്ലുന്നത്, ഈവൻ നമ്മൾ ആൾക്കാർ കുറവാണെങ്കിൽ പോലും അന്ന് നമ്മൾ മാറി നിന്നിട്ടില്ല കൂട്ടായ്മയിൽ നിന്ന്. തീർച്ചയായിട്ടും 3-4 പേരും ഉള്ളപ്പോഴും അന്ന് നമ്മൾ കൂടി ചേർന്ന് ഈശോയോട് കൂടി ആയിരിക്കാനും
ആ 1 മണിക്കൂർ സമയം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്നേഹവും ഒരു കരുതലും അത് നമുക്ക് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ അത് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കടന്നു പോയേക്കണത്. തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ എങ്കിലും പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, പല സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മൾ ദൈവത്തെ മറുത്ത് പറയാതെ ഇന്നും ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണതിന് തമ്പുരാൻ്റെ ഒരു കരം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ് അതിലും വലിയൊരു കാര്യം. മീനയ്ക്ക് എനിക്കറിയാം, മീന പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ബ്രോങ്കൈറ്റിസ് ഉണ്ടായിരുന്നു, എനിക്ക് ചുമ, തണുപ്പ് തുടങ്ങി, എനിക്ക് പേടിയാണ്, ശ്വാസം മുട്ടൽ വരുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഒരു അനുഭവം കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ചേച്ചി, യാക്കോബ് 4:8 പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ആ വചനം ശരിക്കും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുകയായിരുന്നു. 2009, 2010, 2011 ആ വർഷങ്ങളിൽ ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ എനിക്ക് ബ്രോങ്കൈറ്റിസും, ഞാൻ ഈവൻ പള്ളിയിലേക്ക് പോരുമ്പോൾ പോലും ഞാൻ പഫ് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് അല്ലെങ്കിൽ പ്രയറിനാണെങ്കിലും വരിക. അതുപോലെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നുപോയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഈ 2011 ഈ കൂട്ടായ്മയോട് കൂടി ചേർന്ന് നിൽക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് ഇന്ന് വരയ്ക്ക് ആ ഒരു ബ്രോങ്കൈറ്റിസിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇന്ന് വരയ്ക്കും ഉണ്ടായിട്ടില്ല ചേച്ചി. പ്രത്യേകിച്ച് ഞാൻ ഈ കൊറോണ സമയത്ത് 3 മാസം ഞാൻ ഐസൊലേഷൻ വാർഡിൽ ഞാൻ കൊറോണ പേഷ്യൻസിനെ ഞാൻ നോക്കി ജോലി ചെയ്തിട്ടും എനിക്ക് ആ ഒരു കൊറോണ പിടിക്കുകയോ, ഒത്തിരി എല്ലാവർക്കും ടെൻഷനായിരുന്നു ബ്രോങ്കൈറ്റിസ് ഉള്ളതുകൊണ്ട്, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട്, നമ്മുടെ PP ഇടാനുള്ള ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ചേച്ചി ശരിക്കും ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോകും. പിന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അന്ന് എന്നെ ഇതുവരെ വഴി നടത്തിയിട്ടുണ്ട്. ഇന്ന് വരയ്ക്ക് പിന്നെ എനിക്ക് ആ 2011 ലാസ്റ്റ് ഉണ്ടായതാണ്. പിന്നെ എനിക്ക് ഇതുവരെയ്ക്കും ആ ബ്രോങ്കൈറ്റിസിൻ്റേതായ ഒരു അറ്റാക്ക് പിന്നെ എനിക്ക് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അത് ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരിയും പേര് അതിനകത്തൂടെ കടന്നുപോയി. ഇന്നും നമ്മളെ താങ്ങി നിർത്തണമെന്ന് ഒരു തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടി നമ്മളെ സംരക്ഷിക്കണം നമ്മുടെ കഴിവോ ശക്തിയോ ഒന്നുമല്ല. അത് നമ്മൾ ചോദിക്കുന്നതിലും ഉപരിയായി തരാൻ കഴിവുള്ള ഒരു തമ്പുരാൻ്റെ കഴിവാണ്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തമ്പുരാൻ അറിയാം നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പോകണം. ഇപ്പം ഞാനൊരു കോവിഡായിട്ട് കിടന്നാൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ എൻ്റെ കുടുംബത്തിനും ഞാനായിരിക്കുന്ന സമൂഹത്തിനും ഉണ്ടാകും എന്നുള്ളത് തമ്പുരാൻ അറിയാം. പക്ഷെ അതനുസരിച്ചാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ശക്തിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലൂടെ മുന്നോട്ട് പോകുന്നത്. ഞാനും കോവിഡ് പേഷ്യൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും ഫുൾ PPE ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ശ്വാസമുട്ടലാണ്. ഈ സാധനങ്ങൾ കോവറോൾ ഇടുക, ഞാൻ ഇന്ന് വരെ കോവറോൾ ഇട്ടിട്ടില്ല. ഒരു ഗൗണിടും, മാസ്ക് വെക്കും. ഈവൻ N95 മാസ്ക് പോലും എനിക്ക് അലർജിയാണ്. N95 വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ചുമന്ന് തൊടുത്ത് ചൊറിഞ്ഞ് മൊത്തം പ്രശ്നമാകും. സാധാ ഒരു മാസ്ക് 1 അല്ല 2 എണ്ണം വെക്കും. അങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അന്നും എല്ലാവരും പറയും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, തമ്പുരാൻ എന്നെ നടത്തുമെന്ന്. എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നിപ്പം ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ചേച്ചി, ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം 2016 ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡിസംബർ മാസം JCI നടക്കുന്ന സമയമായിരുന്നു. JCIക്ക് നമുക്ക് സാധാരണ ആർക്കും ലീവൊന്നും സാങ്ഷൻ ആവാത്ത സമയങ്ങളായിരുന്നു. ഡിസംബർ 2-ാം തീയതി എനിക്ക് ഫോൺ കോൾ വരുന്നു, അപ്പച്ചന് CA ലിവറാണെന്നും പറഞ്ഞ്. ഞാൻ ഇൻചാർജിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, താഴെ പോയി നീ പെർമിഷൻ എടുത്തു, പോകാൻ അനുവദിക്കുകയാണെങ്കിൽ നിനക്ക് പോകാമെന്ന്. ഞാൻ 3 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ താഴെ പോയി മേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. മേട്ടൻ എനിക്ക് പെർമിഷൻ തന്നു. 1 വീക്ക് നീ പോയി വന്നോ എന്ന് പറഞ്ഞ് ഞാൻ 1 വീക്ക് പോയി. ശരിക്കും ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നതിന് ശേഷമാണ് ചേച്ചി എനിക്ക് അപ്പച്ചന് പോയിട്ട് അപ്പച്ചൻ്റെ ഒരു മരണത്തിന് എൻ്റെ അപ്പച്ചനെ എങ്ങനെ ഒരുക്കാമെന്നുള്ളത് ഞാൻ കുമ്പസാരിപ്പിക്കാനും അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കാനും ഒക്കെ ഞാൻ എല്ലാം അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ വന്നത്. 11-ാം തീയതി ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. വീണ്ടും ഓർക്കുന്നുണ്ട് മീന വന്നു കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, അപ്പച്ചനോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അപ്പച്ചന് ഇനി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നല്ല മരണത്തിന് ഒരുങ്ങുക, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് എല്ലാം ഒരുക്കിയിട്ടാണ് ഞാൻ പോകുന്നത്, ഇനി എന്തു വന്നാലും എനിക്കൊരു സങ്കടമില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടത്. പക്ഷെ അത് നമുക്ക് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നത് കൊണ്ടാണ് നമുക്ക് അത്ര ഒരു ധൈര്യത്തിൽ അപ്പച്ചൻ്റെ അടുത്ത് പറയാനും അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കത് അപ്പച്ചനോട് അങ്ങനെ പറയാനും. പക്ഷേ ഞാനത് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ളവർ പറഞ്ഞു, നീ ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കത് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ട് അവരെ നല്ല മരണത്തിന് ഒരുക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 11-ാം തീയതി വന്ന് 17-ാം തീയതി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. 11-ാം തീയതി ഡ്യൂട്ടി
ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് 17-ാം തീയതി വീണ്ടും എനിക്കൊരു ഫോൺ കോൾ വരികയാണ്, അപ്പച്ചനെ വീണ്ടും ഗ്യാസ്പിംഗ് സ്റ്റേജിലെത്തിയെന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ വീണ്ടും ഇൻചാർജിൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, നീ താഴെ പോയി ചോദിക്കും, ഞാൻ മോർണിംഗ് ഡ്യൂട്ടിക്ക് ആളെ അറേഞ്ച് ചെയ്തോളാം. ഞാൻ താഴെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റി. ചേച്ചി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഈശോയുടെ കൂടെ നടന്ന ഈ ദിവസങ്ങൾ, ആ സമയങ്ങളൊക്കെ എനിക്ക് തിരിച്ച് കിട്ടിയതുപോലെയാണ് പുള്ളിക്കാരി എനിക്ക് പെർമിഷൻ തന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയത്. ഞാൻ അത്രയും നാളും ഈശോയ്ക്ക് വേണ്ടി ഓടി, ഈശോയുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഈശോടൊപ്പം നടന്നു കഴിഞ്ഞപ്പോൾ, എൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ആർക്കും പോകാൻ പറ്റാത്ത ആ ഒരു സമയത്ത് എനിക്ക് ലീവ് സാങ്ഷനായിട്ട് എനിക്ക് നാട്ടിൽ പോകാനും, അതും നമുക്ക് ഡിസംബർ മാസം വരെ ആകുമ്പോഴേക്കും നമുക്ക് ആകെ 11 ലീവ് മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ. അതിൽ 1 വീക്ക് ഞാൻ ഓൾറെഡി പോയി കഴിഞ്ഞു, 5 ഡേയ്സ് ലീവ് ഓൾറെഡി കഴിഞ്ഞു. വീണ്ടും എനിക്ക് ആകെ 6 ഡേയ്സ് മാത്രമേ ലീവുള്ളൂ. ഞാൻ 17-ാം തീയതി പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് 30-ാം തീയതിയാണ്. എൻ്റെ ലീവും ഓഫും എല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും ദിവസം അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് സിംസ്തേരിയിൽ പോയി പ്രാർത്ഥിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ ആ ദിവസങ്ങളിൽ കഴിഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ആ ഓടിയ നിമിഷങ്ങൾ, ആ ഓടിയ സമയങ്ങൾ ഒക്കെ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു എനിക്ക് ആ സമയത്ത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോ ഉണ്ടല്ലേ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മുമ്പേ അറിഞ്ഞ് അവർ മറ്റുള്ളവരിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഈശോയാണ്. നമുക്ക് തമ്പുരാന് നന്ദി പറയാം. തീർച്ചയായിട്ടും നമ്മൾ ഇന്നും അതിനോട് കൂടിയായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഞാനും ഇങ്ങനെ ഒരു സഹനത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു എല്ലാം നന്മയ്ക്കായിട്ടാണെന്ന്. പക്ഷേ അന്ന് എനിക്ക് ആ ഒരു തിരിച്ചറിവില്ലായിരുന്നു. നഴ്സസ് മിനിസ്ട്രിയിലേക്ക് ചേരുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ്. അതാണ് ഇന്നും എന്നെ വിശ്വാസത്തിൽ അടിയുറച്ച് നിർത്തുന്നത്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ബോംബെയിൽ ജോലി അന്വേഷിച്ച് പോയി. അവിടെ നിന്ന് എനിക്ക് ഒമാൻ സെലക്ഷൻ കിട്ടുന്നു. ഞാൻ ഒമാനിൽ ജോയിൻ ചെയ്യുന്നു. 1 വർഷം കഴിഞ്ഞ് ലീവിന് പോയി. നാട്ടിൽ പോയ സമയത്ത് എനിക്കൊരു പനി വരുന്നു. പനി വന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഞാൻ തിരിച്ചു വന്ന് 2 ദിവസത്തേന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീട് പനി എന്നെ ഒരു വില്ലനായിട്ട് എൻ്റെ പുറകെ ഒബ്സർവേഷനിലായി. പല ടെസ്റ്റുകൾക്ക് പോയി, ഒന്നും മനസ്സിലാക്കാൻ പറ്റണില്ല. അവസാനം ഈ കഴുത്തിൻ്റെ ഇവിടെ ഒക്കെ ഓരോ ലിംബിനോട് വരാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് അതൊരു എക്സിഷൻ വിത്ത് ബയോപ്സി ചെയ്യാം, എന്താ അതിൻ്റെ റീസൺ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ എക്സിഷൻ എടുക്കുന്നു, ബയോപ്സിക്ക് വിടുന്നു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പം ഞാൻ തന്നെ ഒരു ഷോക്കായിപ്പോയി. TB ലിംബാഡിനൈറ്റിസ്. അന്ന് എൻ്റെ മനസ്സിൽ കൂടെ പല കാര്യങ്ങൾ കടന്നുപോയി. എനിക്ക് ജോലി തുടരാൻ പറ്റുമോ, ഇത് എന്നെ എവിടെ വരെ കൊണ്ട് എത്തിക്കും. ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയണതിന് മുമ്പാണ്, ജസ്റ്റ് മുമ്പായിട്ടാണ്. അങ്ങനെ അന്ന് ഒമാനിലൊരു റൂളുണ്ട്, TB ഡയഗ്നോസ് ചെയ്താൽ ടെർമിനേഷനാണ്. എന്നാന്ന് വെച്ചാൽ അവർ TB റാഡിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈവൻ ഓപ്പൺ ബോക്സ് അല്ലെങ്കിൽ പോലും ടെർമിനേഷൻ ഉണ്ട്. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു തമ്പുരാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇവരുടെ തീരുമാനങ്ങൾ മാറി വരും എന്നൊക്കെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വലിയ താമസിയാതെ എനിക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടും. അന്ന് തന്നെ കയറിപ്പോകാൻ പറയാണ്. ഉച്ചയ്ക്ക് ടെർമിനേഷൻ ലെറ്റർ വരുന്നു, അന്ന് രാത്രിയിലെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ എടുത്തു വെച്ചാണ് നമ്മളോട് പറയണത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ കാര്യങ്ങൾ, ഞാനിപ്പോൾ ലീവ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഞാൻ വീട്ടിലെന്ത് പറയും, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, എനിക്ക് അറിയത്തില്ല എനിക്കെന്താ സംഭവിക്കണമെന്നുള്ളത്. പക്ഷേ എനിക്ക് ഒത്തിരി നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ ബുറൈമയിലായിരുന്നു ഉണ്ടായിരുന്നത്. അലൈനിലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, പള്ളി വരുമായിരുന്നു. ആ കൂട്ടായ്മയോട് ചേർന്ന് കൂട്ടായ്മയിലുള്ള ഒത്തിരി പേരെ ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നു. എന്നെ അന്ന് രാത്രി ഞാൻ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു, ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. അന്നൊക്കെ എനിക്കൊരു പ്രാർത്ഥനയോടൊരു വിരക്തിയായി. പെട്ടെന്ന് ദൈവത്തെ അങ്ങ് മറന്നൊരു അനുഭവം. ഞാൻ ഇത്രയും ചേർന്ന് നിന്നിട്ട് എന്നോട് ദൈവം എന്തിനിങ്ങനെ കാണിച്ച, അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോയി. എനിക്ക് പെട്ടെന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടും, സൺഡേകളിൽ പള്ളിയിൽ പോകും, അങ്ങനെ നമ്മളെ കണ്ടിന്യൂ ചെയ്തു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, വലിയ താമസിയായി വീണ്ടും ഞാൻ തിരിച്ച് ബോംബെയിൽ വന്നു. ബോംബെ വന്നപ്പോൾ ഒരു ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ഒരു ശൂന്യാവസ്ഥ എൻ്റെ ജീവിതത്തിൽ, ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബോംബെയിൽ ഒരു ധ്യാനം കൂടാനായിട്ടൊരു അവസരം കിട്ടുകയാണ്. ഞാൻ ഓർത്ത് പണ്ട് ഞാൻ ധ്യാനത്തിനൊക്കെ പോവാറുണ്ട്. പിന്നീട് എനിക്ക് അങ്ങനെ ഒരു തോന്നി, ഞാൻ പോയി ഒരു 5 ദിവസത്തെ ധ്യാനം കൂടി. അവിടെ വെച്ച് ഞാനൊരു കൗൺസിലിംഗ് സെഷനിലോട്ട് കടന്നില്ല. എൻ്റെ അതിനകത്തോട്ട് ഞാൻ ചെല്ലുന്നത് ഒരു ബ്രദറായിരുന്നു. ബ്രദർ എന്നോട് ചോദിച്ചു, ഇപ്പം കൊന്തയൊന്നും ചെല്ലാറില്ല എന്ന് ചോദിക്കോട്ടോ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യണില്ലെന്ന് വേറെ ആർക്കും അറിയത്തില്ല. കുടുംബ പ്രാർത്ഥന നമ്മൾ കൂടുന്നുണ്ട്, അല്ലാണ്ട് നമ്മളൊന്നും ചെയ്യണില്ലെന്ന് വേറെ ആർക്കും അറിയത്തില്ല. ബ്രദർ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കൊരു സ്തംഭനാവസ്ഥയായിപ്പോയി പെട്ടെന്ന്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ
പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വയ്ക്കുന്നുണ്ട്, എന്തുവേറെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ, അത് നീ തിരിച്ചറിയണം എന്ന് പറയാം. അത് കേട്ടപ്പോൾ എനിക്ക് അടുത്ത ഷോക്കായി. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവം ഇത്ര ഡയറക്റ്റ് കേൾക്കുമെന്ന്, എന്നെക്കുറിച്ച് ഇത്ര അറിയാവുന്നു എനിക്കൊരു ബോധ്യമില്ല അന്ന് വരെ. പക്ഷേ എനിക്ക് ആ ഒരു സംഭവത്തോടു കൂടി അതെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഓർക്കും, മാതാവ് നിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുമോ, നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതുകൊണ്ടാണ് നീ വീഴാതെ നിൽക്കുന്നത് എന്ന് പറയാണ്. സുഭാഷിതങ്ങൾ 145:14 പറയുന്നുണ്ട്, വീഴുന്നവരെ അവിടുന്ന് താങ്ങുന്നു, നിലം പറ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായ ഒരു സംഭവമാണ്. വീണ്ടും ഞാൻ ഈ പ്രാർത്ഥനയിലോട്ടൊക്കെ കടന്നു വരാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഈശോയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി. ഒരു ദിവസം കൊന്തയില്ലെങ്കിൽ എനിക്ക് വിഷമം ആയി. മാക്സിമം ഞാൻ ബൈബിൾ വായിക്കാനും പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് വലിയ താമസിയാതെ എൻ്റെ കല്യാണം കഴിയുന്നു. പിന്നീടും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പല സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല നമ്മൾ പറഞ്ഞു. പക്ഷേ അന്ന് സഹനങ്ങളിലൂടെ പോയപ്പോഴും ആ സന്തോഷത്തോടെ സഹിക്കാനൊരു മനസ്സെനിക്ക് കിട്ടി. നമുക്ക് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നതുകൊണ്ട് പല മിസ്കാരിയേജിലൂടെ പോയി, പ്രത്യാശ നഷ്ടപ്പെട്ട വസ്തുവിലൂടെ പോയി, എങ്കിലും എനിക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം പിന്നീട് ഞാനത് തിരിച്ചറിഞ്ഞു, എന്തിന് എനിക്കിങ്ങനെയുള്ള ഒരു അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. റോമ 8:28 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി തമ്പുരാൻ എന്നെ അന്ന് ഇങ്ങനൊരു രോഗാവസ്ഥയിലൂടെ കടത്തിവിട്ട് അവിടെ ഞാൻ തിരിച്ചു ചെന്നില്ലെങ്കിൽ ഇന്നിപ്പം എനിക്കിങ്ങനെ ഒരു ജീവിത പങ്കാളിനെ കിട്ടിയല്ല. ഞാൻ തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ്. ഇടയ്ക്ക് തമാശനാണെങ്കിൽ പോലും ഞങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് സൗദി പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് മൂത്ത മോനുണ്ടാകുന്നു, സൗദിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. രണ്ടാമത്തെ മോനുടെ കഴിഞ്ഞ് ഞാൻ 2007 ഇവിടെ തിരിച്ചു വരുന്നത്. UAE വരുന്നത് 2007. 2007 വന്ന വർഷമാണ് ഇവിടെ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഹോൾ നടക്കുന്നത്. അതിൽ പോകാനായിട്ട് എന്നെ ആരോ വിളിച്ചു. ഞാൻ പോയി. എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല. പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നേഴ്സിംഗ് ഒരു ഡിവൈൻ കോളാന്നുള്ളത്. അതിലേക്ക് നമ്മളെ തമ്പുരാൻ നേരത്തെ വിളിച്ചു ചേർത്താണ്. എനിക്ക് കാര്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ നേഴ്സിങ്ങിന് പോകണമെന്നുള്ളത്. പക്ഷേ എന്നെ ആരും കൂട്ടിച്ചേർത്തതല്ല. പക്ഷേ തമ്പുരാൻ എന്നേലും മുമ്പേ എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പദ്ധതി അനുസരിച്ച് ഞാനിന്ന് നേഴ്സിംഗ് പ്രൊഫഷനിലൂടെ പോയപ്പോഴും നമ്മൾക്ക് പിറുപിറുപ്പുകളും ബുദ്ധിമുട്ടുകളും സാധനങ്ങളും ഒക്കെ വന്നപ്പോൾ പലപ്പോഴും നമ്മൾ ജോലിക്കെതിരെയും സമയത്തിനെതിരെയൊക്കെ പിറുപിറുത്തിട്ടുണ്ടെങ്കിലും ഒരുവിധമൊക്കെ നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാൻ ഒരു കഴിവ് കിട്ടിയേക്കണത് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നപ്പോൾ അത് ഒന്നുകൂടെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എൻ്റെ തമ്പുരാൻ ഞാൻ ആഗ്രഹിക്കുന്നതിലും ഇച്ഛിക്കുന്നതിലും കൂടുതലായി എനിക്ക് ചെയ്തു തരുന്നൊരു തമ്പുരാനാണ്. അത് ഞാൻ എന്താഗ്രഹിക്കുന്നുവോ, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതിന് പ്രാധാന്യം കൊടുത്ത് എന്നെ അതിലൂടെ നടത്തുന്ന ഒരു തമ്പുരാനാണെന്ന് ഇനി ഞാൻ വിശ്വസിക്കുമായിരുന്നു. ചേച്ചിക്ക് ഇതുപോലെ സഹനങ്ങളിലൂടെ കടന്നു പോയതുപോലെ തന്നെ എനിക്കും ഞാൻ 2017 ഞാൻ നാട്ടിൽ പോയ സമയത്ത്, ലീവിന് പോയ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ജൂലൈ 3-ാം തീയതി സെൻറ്റ് തോമസ് ഡേ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് പിറ്റേ ദിവസം മുറ്റം ഇൻ്റർലോക്ക് ചെയ്യാനായിട്ട് പണിക്കാർ വരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുറ്റത്തൊരു തെങ്ങിൻ്റെ കുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഗ്രൗണ്ട് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഒരു സാൻഡ്രോ മെഷീൻ എടുത്ത് കൊണ്ടുവന്ന് മരവും ടൈലും കൂടി മുറിക്കുന്ന ഒരു മെഷീനായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് അത് ഉപയോഗിക്കാനും എങ്ങനെയാണെന്ന് അറിയാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഫർണിച്ചർ ബിസിനസ് അപ്പച്ചൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ചേട്ടനറിയാം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാം. പുള്ളി അത് ജസ്റ്റ് ആ മെഷീൻ ആ കുറ്റിയമ്മ വെക്കുന്നു, സ്വിച്ച് ഇടുന്നു. ഞാൻ എവിടെയോ ആയിരുന്നു, ഞാൻ അമ്മയുടെ കരച്ചിൽ കേട്ടുന്നത് ഞാൻ വന്ന് നോക്കുമ്പോൾ ചേട്ടൻ്റെ കാലിങ്ങനെ പിളർന്നിരിക്കുന്നു. നോക്കുമ്പോൾ ഒത്തിരി ഡീപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു ICU സ്റ്റാഫാണ്. നമ്മളപ്പോൾ ഒത്തിരി ചിന്തകളിലൂടെ കടന്നുപോയി. എനിക്ക് നീ റീപ്ലേസ്മെൻറ്റ്, ഓപ്പറേഷൻ, ലീവ് അധികമില്ല, ഇങ്ങനെ ഓരോ ചിന്തകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ചിന്തകളിലൂടെ എന്നെ കടത്തിവിട്ടു. എങ്കിലും ഞാൻ ആ സമയത്ത് ലൂക്ക 18:27 മുറുകെ പിടിച്ചുകൊണ്ട് ജോയെ, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നിൻ്റെ തിരുരക്തം കൊണ്ട് ആ മുറിവുണക്കി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ
നീ കാത്ത് പരിപാലിക്കണം. ആ ഒരു ഇതിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു തുണിയെടുത്ത് കാല് മുറുകെ കെട്ടി അങ്ങനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എക്സ്റേ എടുക്കാൻ കയറ്റിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര വിഷമം, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, എല്ലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തെല്ലാം, അത് അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെ വന്നു. മീനെ തിരിച്ചു വരാറായിരുന്നു തോന്നുന്നു അല്ലേ? ആ സമയം എനിക്ക് ആകെ 13-ാം തീയതി തിരിച്ചു വരും വേണം. ഞാൻ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്തൊരു ദിവസം. എനിവേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പോലും അതിശയിച്ചു പോയി. ചേച്ചി ഡോക്ടേഴ്സ് പറയായിരുന്നു ഇങ്ങനത്തെ മെഷീനുകളൊക്കെ ചെയ്തിട്ട് സാധാരണ കാല് 2ആയിട്ട് വരുന്നു, കഴുത്ത് മുറിഞ്ഞു വരുന്നു, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെയാണ് അവർ കണ്ടത്. ഇത് എക്സ്റേയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു എല്ലിന് ഒരു പൊട്ടൽ പോലും ഉണ്ടായിരുന്നില്ല. കാര്യം 16 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. നീ ബ്രേസ്ലെറ്റ് ഇട്ട് അന്ന് ഹസ്ബൻഡിനെ വീട്ടിലേക്ക് തിരിച്ചു വിടുകയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് 5-ാം ദിവസം, ഇത് സംഭവിക്കുന്നത് ജൂലൈ 3-ാം തീയതി, ജൂലൈ 8-ാം തീയതി ഞാനും എൻ്റെ ചേച്ചിയുടെ മകനും കൂടി എൻ്റെ അമ്മയുടെ അനുജത്തിനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നതിന് മുമ്പ് സങ്കീർത്തനം 91 ചൊല്ലുക പതിവായിരുന്നു. അന്നത്തെ പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അവിടെ നിന്ന് ഇരിക്കുമ്പോഴും സങ്കീർത്തനം 91 ചൊല്ലി തിരിച്ചു വരുന്ന സമയത്ത് തൃശ്ശൂർ ടൗണിൽ സിഗ്നലിലെത്തി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന വഴിക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല, സിഗ്നൽ ഓപ്പൺ ചെയ്ത് ഞാൻ എങ്ങനെയോ വണ്ടിയിൽ നിന്ന് ഞാൻ താഴെ വീണു. പക്ഷെ ഞാൻ താഴെ വീണതോ ഞാൻ ഒന്നും അറിഞ്ഞില്ല. താഴെ വീണു, ഞാൻ ഉരുണ്ടു പോകുന്നു. ചേച്ചിയുടെ മോൻ അവൻ പറഞ്ഞത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മേമ ഇങ്ങനെ ഉരുണ്ടു പോകുന്നതാണ്. മേമ എത്ര വണ്ടികൾ മേമയുടെ മേത്ത് കയറും എന്നുള്ള ഒരു ഭീതിയിൽ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ വണ്ടി വന്ന് അവിടെ പാർക്ക് ചെയ്യുമ്പോഴേക്കും നാട്ടുകാർ വന്ന് അവനെ തല്ലി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഫുള്ളി അൺകോൺഷ്യസ് ആയിരുന്നു. നടന്നു പോകുന്ന എന്നെ തട്ടിയിട്ടതാണെന്നാണ് നാട്ടുകാർ വിചാരിച്ചത്. എല്ലാവരും പറഞ്ഞു മീനിരുന്ന് ബൈക്കിലിരുന്ന് ഉറങ്ങിപ്പോയതാന്ന് പറയുക. ഒത്തിരി പേര് എന്നെ കളിയെ ചേച്ചി ഞാൻ ബൈക്കിലിരുന്ന് ഉറങ്ങിപ്പോയതാണെന്നുള്ളത്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ചേച്ചി, നമ്മളിപ്പോൾ രാത്രി മിഡ് നൈറ്റിൽ ഏത് 2 മണിക്കോ 3 മണിക്കാണെങ്കിലും നമ്മൾ കട്ടിലുമെന്ന് നമ്മളിപ്പോൾ ഉറക്കത്തിൽ വീഴുകയാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അറിയും, എഴുന്നേൽക്കും ഒക്കെ ചെയ്യും. ഇത് ഞാൻ ബൈക്കിൽ നിന്ന് വീണിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഓട്ടോയിൽ കയറ്റി അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതറിഞ്ഞില്ല. അവിടെ ചെന്ന് സി ടി കഴിഞ്ഞ് ഞാൻ റൂമിന് പുറത്തേക്ക് വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ തിരിച്ചു വരുന്നത്. ഞാൻ അപ്പോൾ വിചാരിച്ചു എന്താ ഞാൻ ഇവിടെ എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു, ഞാൻ പിന്നെ ചോദിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ അവിടെ ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ബെഡ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നെറ്റിയിൽ 3 സ്റ്റിച്ച്, മുഖത്ത് ഹെമറ്റോമ, കണ്ണിന് ചുറ്റും ഹെമറ്റോമ, കയ്യിന് പ്ലാസ്റ്റർ ഇട്ടു. പിന്നെ ഒത്തിരി അബ്രേഷൻസോട് കൂടി എന്നെ വീട്ടിലേക്ക് പോയി ഒബ്സർവേഷനിൽ വീട്ടിൽ നോക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂർ അവിടെ വെച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ചേച്ചി ഞാൻ തീർച്ചയായിട്ടും ഹസ്ബൻഡിന് എന്ത് സംഭവിച്ചപ്പോൾ ലീവിൻ്റെ ഇതൊക്കെ അനുസരിച്ച് ഒത്തിരി പദ്ധതികൾ എൻ്റെ ഉള്ളിലൂടെ പോയി. പക്ഷേ ജെറമിയ 29:11 പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിലുള്ള നിങ്ങളുടെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ പദ്ധതിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. തീർച്ചയായിട്ടും ചേച്ചി ആ വചനം എൻ്റെ ജീവിതത്തിൽ അന്ന് പ്രാവർത്തികമാകുകയായിരുന്നു. മീന ആ സമയത്ത് ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചില്ല, ഞാൻ തന്നെ തിരിച്ചു പോകണം, ഇനി എൻ്റെ ലീവാകും, എനിക്ക് ലീവ് കഴിഞ്ഞാൽ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വേണ്ടി വരുമോ, അപ്പം ഞാൻ എങ്ങനെ പോകും? അപ്പം തമ്പുരാൻ അത് നിങ്ങളെ 2 പേരെയും കൂടെ ഒന്നിച്ച്, അതാ പറഞ്ഞത്, നമ്മളുടെ പ്ലാനും പദ്ധതിയല്ല ചേച്ചി. നമ്മൾ ഓരോന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ ദൈവം അറിഞ്ഞ് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പോകണം എന്നുള്ളത് അത് ദൈവനിശ്ചയമായിരുന്നു, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. നമ്മളുടെ പ്ലാനും പദ്ധതി അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നത്. അത് തീർച്ചയായിട്ടും ശരിക്കും ഞാൻ ശരിക്കും വിചാരിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളറിയാതെ തന്നെ ദൈവം ഓരോ കാര്യങ്ങളിലൂടെയും നമ്മളെ ക്രമപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ നിങ്ങൾ 13-ാം തീയതി വരേണ്ടത് നിങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് 31-ാം തീയതി തിരിച്ചു വരുന്നു അല്ലേ? അവിടെയും തമ്പുരാൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ കരം മീനയുടെ മേലുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാമായിരുന്നു? ഒരു റോഡിൽ ഒരു സിഗ്നലിൽ നിർത്തിയിട്ടായിരിക്കുന്ന വണ്ടിയിൽ നിന്ന് ഒരാൾ മറിഞ്ഞു വീഴുമ്പോൾ എത്ര വാഹനങ്ങൾ അതിൻ്റെ കറക്റ്റ് ടൈമിൽ അവിടെ ഒരു വാഹനങ്ങളും ഇല്ലായിരുന്നു. വേറൊരു പരിക്കും കൂടാതെ വീണ പരിക്കും അത് കല്ലേലും മണ്ണിലും ചെന്ന് തട്ടിയ പരിക്കും അല്ലാതെ വേറെ ഒരു പരിക്കും എല്ലാം ചേച്ചി നോർമൽ ആയിരുന്നു. മീൻസ് CT ബ്രെയിൻ ചെയ്തു, അതുപോലെ തന്നെ കയ്യിന് എക്സ്റേ എല്ലാം നോർമൽ ആയിരുന്നു. അതാണ് നമ്മൾ 91-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു സംരക്ഷണം. നമ്മൾ വെറുതെ ആണെങ്കിലും ചെല്ലിയേച്ച് പോകുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ ആക്സിഡൻറ്റ് പറ്റും, ഇതെന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞായിരിക്കില്ല ചെല്ലുന്നത്. പക്ഷെ നമ്മളത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെല്ലുന്നു. പക്ഷെ ആ ഒരു സംരക്ഷണം ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജോലി മേഖലകളിലുണ്ട്, നമ്മളായിരിക്കുന്ന അവസ്ഥകളിലുണ്ട്, നമ്മുടെ കുടുംബജീവിതത്തിലുണ്ട്, നമ്മുടെ കുഞ്ഞുമക്കളിലും ഒക്കെ ഉണ്ട്. നമ്മൾ അറിയണില്ല പലപ്പോഴും അറിയുന്നില്ല. എനിക്ക് ജോലി മേഖലകളിൽ പലപ്പോഴും ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഒരു പേഷ്യൻറ്റിനെ ടീ ബ്രേക്കിൻ്റെ ടൈമിൽ എഴുന്നേൽപ്പിച്ചിരുത്തി ചായയും സ്നാക്സും കൂടെ കൊടുത്ത് ഇങ്ങോട്ട് മാറിയപ്പോൾ എൻ്റെ മനസ്സിലൊന്ന് പറഞ്ഞു, നീ ഒന്ന് തിരിഞ്ഞു നോക്കാൻ. ഞാൻ തിരിഞ്ഞു നോക്കുകയല്ല, പേഷ്യൻ്റ് ഇതേ കൊളാപ്സായി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ പറയണമെങ്കിൽ ഒരു ഈശോ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നെ
തക്ക സമയത്ത് നയിക്കാൻ ഒരു ഈശോ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് കാണാനും തക്ക സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ആ രോഗീനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും സാധിക്കും. ഡയാലിസിസിലിട്ടിരിക്കുന്ന പേഷ്യൻറ്റിന് ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോഴത്തേനും ഹൈപ്പോയി പോകുന്നവരുണ്ട്. അത് നമുക്കറിയാവുന്നവർക്ക് നമ്മൾ കൊടുക്കാറില്ല സാധാരണ. ഇത് ഈ ഒരു മാമയായിരുന്നു, വർഷങ്ങളായിട്ട് അവർ നമ്മോട് കൂടെയുള്ള നമുക്കറിയാം. പക്ഷേ അന്ന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ തമ്പുരാൻ എനിക്കൊരു ഇൻറ്റിമേഷൻ തന്നു, അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. അപ്പം അത് ഫലം കണ്ടു. ചേച്ചി, നമുക്ക് ഇതെല്ലാം സാധിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും സാധിക്കുന്നത് നമ്മളുടെ ഈ കൂട്ടായ്മയിലുള്ള നമ്മുടെ 5 പില്ലേഴ്സാണ്. ആ 5 പില്ലേഴ്സ് നമ്മുടെ പേഴ്സണൽ പ്രെയർ, വേർഡ് ഓഫ് ഗോഡ്, സാക്രമെൻറ്റ്, ഫെല്ലോഷിപ്പ്, ഷെയറിങ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നതിന് ശേഷം ഈ എല്ലാ പില്ലേഴ്സിലൂടെയും കടന്നു പോകാനായിട്ട് നമുക്ക് സാധിച്ചതുകൊണ്ടാണ് ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മളറിയാതെ തന്നെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഓടിയെത്തുന്നത്. ഞാനത് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പ്രിയ നേഴ്സുമാരെ, 1 പത്രോസ് 5:6 പറയുന്നു, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഈശോയ്ക്ക് ഏൽപ്പിക്കാം. പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പോൾ ഈശോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണല്ലോ. അതിനായിട്ട് ദിവസവും നമുക്ക് കുറച്ച് നിമിഷമെങ്കിലും ഈശോയുടെ കൂടെ ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നേഴ്സുമാരുടെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് അവിടത്തോട് നന്ദി പറയാം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 939 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: എളിമയുടെ മേലങ്കി ധരിക്കാൻ സാത്താന് സാധിക്കും, പക്ഷേ അനുസരണത്തിൻ്റെ മേലങ്കി ധരിക്കാൻ അവന് സാധിക്കുകയില്ല എന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരിലൂടെ വിധേയരായി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.